me Sri Bhama SB. മക്കളെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണെന്ന് മിസ് ഡിസ്കസ് ചെയ്തത്. സോ നമുക്കറിയാം നമ്മുടെ ചുറ്റും നോക്കിയാൽ എന്താണ് വാട്ടർ ഇല്ലാത്ത സ്ഥലം വളരെ കുറവാണ് അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് വാട്ടർ അഥവാ ജലം എന്ന് പറയുന്നത്. ജീവജലം എന്ന് നമ്മൾ പറയാം, ലൈഫ് ഗിവിംഗ് വാട്ടർ. നമ്മുടെ ലൈഫിൻ്റെലാണ് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സോ വാട്ടർ ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ ജഗതി ചേട്ടൻ നോക്കിയാൽ നന്നായിട്ട് ആ വെള്ളത്തിൽ സാധകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഫിലിമിൽ എന്താണ് സാധകമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ടർ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്കറിയാം കുളമുണ്ട്, പുഴയുണ്ട്, കടലുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. സോ വാട്ടറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ മക്കളെ. സോ ശ്രദ്ധിച്ചിരിക്കുക, ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വാട്ടറിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ബീക്കറിൽ മിസ് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിസ് എന്ത് ചെയ്യാണ്, രണ്ടും ഒന്ന് ചൂടാക്കി നോക്കാൻ പോവാണ്. വാട്ടറും ചൂടാക്കി നോക്കാണ്, ഓയിലും ചൂടാക്കി നോക്കാണ്. അപ്പൊ അതിന് നമുക്ക് ഏതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യാന്നാ പറയുന്നത് അല്ലെ. നമ്മുടെ ദുൽഖർ സൽമാൻ കലി ഫിലിമിൽ എങ്ങനെ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. അതുപോലെ ഈ ഒരു റിയാക്ഷൻ കൊടുത്താൽ, കുറച്ച് ഹീറ്റ് കൊടുത്താൽ ആരാണ് പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ആരാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതായിരിക്കും ഓയിൽ ആണെങ്കിൽ ഓയിൽ, വാട്ടർ ആണെങ്കിൽ ഓയിൽ എന്ന്, വാട്ടർ ആണെങ്കിൽ ജലം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് മക്കളെ ചെയ്യുന്നത്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജലത്തിന്റെ താപധാരിത ആണ്, അതാണ് നമ്മുടെ പോയിന്റ് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ മക്കളെ. നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നതാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ബീക്കർ എടുത്തു, ദെൻ നമ്മൾ അതിൽ വാട്ടർ എടുത്തു, നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാണ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അതേപോലെ ബീക്കറിൽ മിസ് എന്തെടുത്തു, ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ വേണ്ടി അതേപോലെ ഒരു സെറ്റപ്പ് നമ്മുടെ ഇതിലാക്കി, ഓയിലും ആക്കി. എന്നിട്ട് മിസ് രണ്ടിലും കൂടെ തെർമോമീറ്റർ ഘടിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തിനാ തെർമോമീറ്റർ നോക്കുക, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പനി ഉണ്ടോ നോക്കാൻ വേണ്ടി പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനം അല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ തെർമോമീറ്റർ അല്ലേ. നമ്മുടെ വായുടൊക്കെ വെച്ചിട്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, നല്ല പനിയാണോ കടുത്ത പനിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലേ. സോ തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ടെമ്പറേച്ചറിന്റെ റീഡിങ്ങും അളക്കാൻ തീരുമാനിച്ചു. നമുക്കറിയണം ആരാണ് പെട്ടെന്ന് ചൂടായത്, ആരാണ് പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യുന്ന ആള് എന്ന് നമുക്കറിയണം അല്ലേ. സോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആരായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുക? നമുക്കറിയാം കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നോക്കിയേ, പെട്ടെന്ന് ചൂടാവുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ആയിരിക്കും, ഓയിൽ ആയിരിക്കും അല്ലെ. സോ എന്താ അതിന്റെ റീസൺ? വാട്ടർ എന്തുകൊണ്ടാ പതുക്കെ 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 മാത്രം ചൂടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റീഡിങ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് റീഡിങ് കാണിച്ചു പെട്ടെന്ന് ചൂടാവുന്നത് നമ്മുടെ ഓയിൽ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ പറഞ്ഞത് വിശിഷ്ട താപധാരിത, ഹീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്ന പോയിന്റ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജലം വെളിച്ചെണ്ണ തുല്യമാസിൽ വെവ്വേറെ ബീക്കർ നമ്മുടെ എടുത്ത് വാട്ടർ ബാത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ റീഡിംഗ് നോക്കി. സോ ടേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് എന്താണ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ഇൻ സെപ്പറേറ്റ് ബീക്കേഴ്സ് ആൻഡ് ഹീറ്റ് ചെയ്യുക. ദെൻ മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ നിങ്ങളോട് ചോദിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ ഏതിന്റെ താപനിലയാണ് കൂടുന്നത് കണ്ടത്? ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും അത് ഓയിലിലാണ് കൂടിയത് എന്ന് പറയാൻ പറ്റും അല്ലെ. സോ ഒരേ മാസിലെടുത്ത നമ്മൾ ഒരേപോലെയാണ് എടുത്തത്, വാട്ടറും കോക്കനട്ട് ഓയിലും രണ്ട് നമ്മൾ ഒരേ ഇതിലാണ് അളവിലാണ് എടുത്തത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് താപനില ഉയർന്നത്? നമ്മുടെ ഓയിലിനാണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? കോക്കനട്ട് ഓയിൽ പെട്ടെന്ന് തന്നെ എന്താവാനുള്ളത് കാണിച്ചു, പെട്ടെന്ന് അവരുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. വൈ? എന്തുകൊണ്ട്? അതിന്റെ ആൻസർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ് മക്കളെ? മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച ഉയർന്ന താപം വഹിക്കാനുള്ള താപധാരിത ആർക്കുണ്ട്? നമ്മുടെ വാട്ടറിനുണ്ട്. സോ വാട്ടർ ഹാസ് an ability to hold more heat or heat capacity when compared to the other substance. മറ്റുള്ളവയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സഹനശക്തിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഒരുപാട് സഹിക്കാനുള്ള കഴിവുണ്ട്. മാക്സിമം ലെവൽ എത്തിയാൽ മാത്രമേ നമ്മൾ പൊട്ടിത്തെറിക്കുള്ളൂ അല്ലെ. അങ്ങനെയുള്ളവർ നമ്മൾ പറയും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്ക്
എങ്ങനെ അത്ര സഹിക്കാൻ പറ്റുന്നല്ലേ? അതേപോലെ നമ്മുടെ വാട്ടർ മാക്സിമം എന്ത് ചെയ്യും, ആ ഹീറ്റിനെ താങ്ങി നിർത്താനുള്ള കഴിവ്, ഉള്ളിൽ എന്ത് ചെയ്യാനായിട്ട് താങ്ങി നിർത്താനുള്ള കഴിവ് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച്, അപ്പൊ കോക്കനട്ട് ഓയിലിനൊക്കെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണ്? നമ്മുടെ വാട്ടറിനാണ്, ജലത്തിനാണ്. അതുകൊണ്ട് അതിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നല്ല ഹൈ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. സോ വാട്ടർ ഹാസ് an ability to hold more heat when compared to the other substance. ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ ഈ പോയിന്റ്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ഏതൊക്കെ അപ്ലിക്കേഷൻസാണ് വരുന്നതെന്ന് അറിയോ? അപ്പൊ ഹീറ്റിംഗ് കപ്പാസിറ്റി പറയുമ്പോൾ കുറച്ച് എമൗണ്ടിൽ ഒരാളെ എടുത്താൽ അത് ചൂടാകാൻ എടുക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ആരാണെന്ന് നോക്കുകയാണ് അല്ലെ. ഒരു 1 കിലോഗ്രാമോ അല്ലെങ്കിൽ 1 കിലോഗ്രാം പദാർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള താപത്തിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. സോ നമ്മുടെ വാട്ടറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് ഹൈ ആയതുകൊണ്ടാണ് പതിയെ 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 മാത്രം നമ്മുടെ വാട്ടർ എന്ത് ചെയ്യുന്നത് മക്കളെ? ചൂടാകുന്നത്. അതിന്റെ അപ്ലിക്കേഷൻസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് കുറേ കാറൊക്കെ എടുത്ത് ഒരുപാട് ലോങ് ഡ്രൈവ് പോകാന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മുടെ എഞ്ചിന് പണി കിട്ടി, പുകയാൻ തുടങ്ങി അല്ലെ, റേഡിയേറ്ററിന്റെ അവിടുത്തെ പുകയാൻ തുടങ്ങിയ പെട്ടെന്ന് നിങ്ങളുടെ അച്ഛൻ എന്താ ചെയ്യുക? വേഗം എടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. വിശിഷ്ട താപധാരിത എന്ന പോയിന്റ് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചത്. ക്ലിയർ? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സയൻസ് ആണ്, നമ്മുടെ കെമിസ്ട്രി ആണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊന്നും അറിയാതെ വെള്ളം ഒഴിക്കുക. പക്ഷെ ഇനി നിങ്ങൾ ആലോചിക്കുക, അതെന്താണ്? അത് ഹീറ്റിംഗ് കപ്പാസിറ്റി ആണ്, വിശിഷ്ട താപധാരിതയാണ് അതിന്റെ റീസൺ ആലോചിക്കാം. അതേപോലെ നമ്മൾ മെറ്റൽസ് ഒക്കെ ചൂടാക്കി എന്ന് വിചാരിക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്നത് പെട്ടെന്ന് കൊണ്ടിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അത് പെട്ടെന്ന് നമുക്ക് എന്തായിട്ട് കിട്ടും? ചൂടാറി കിട്ടും അല്ലെ. നമ്മൾ ഭയങ്കര തിളപ്പുള്ള ഒരു സാധനം, നമ്മൾ ഭയങ്കര തിളച്ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒന്ന് വേഗം ഫ്രീ ആയിട്ട് ഒന്ന് കൂളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിൽ ആഡ് ചെയ്യും? നമ്മൾ വെള്ളത്തിലോട്ട് ഇടും. അപ്പൊ അതും എന്താണ്? ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതേപോലെ വേറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുട്ട അല്ലെ. കോഴിമുട്ട നിങ്ങൾ ചൂടാക്കാറില്ലേ? ചൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി നമ്മൾ കഴിക്കും. പ്രോട്ടീൻ റിച്ച് ആണ് നമ്മുടെ എഗ് അല്ലെ. സോ എഗ് നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല വിചാരിക്കുക, പെട്ടെന്ന് സ്കൂളിൽ പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ അമ്മേനോട് പറയും, അമ്മ അത് കഴിക്കാൻ സമയമില്ല. പറഞ്ഞാൽ അമ്മ എന്ത് പറയും? മോനെ എന്ത് ചെയ്ത് വേഗം വെള്ളത്തിൽ കൊണ്ടിട്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും, അപ്പൊ തന്നെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പോവാന്ന് പറയും അല്ലേ. അതിന്റെ റീസൺ എന്താണ് മക്കളെ? നമ്മുടെ ജലത്തിന്റെ താപധാരിതയാണ്. നമ്മുടെ ജലം എന്ന് പറഞ്ഞാൽ വളരെ പതിയെ 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 മാത്രം ചൂടാവുന്ന ആളാണ്. സോ ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന എന്തിനാ? നമ്മുടെ ബോഡിക്ക് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റ് ആവുന്ന സമയമാണെന്ന് വിചാരിക്കുക. അപ്പൊ പുറത്ത് ഭയങ്കര ഹീറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡി പതിയെ ഹീറ്റ് ആവത്തുള്ളൂ അല്ലെ. ചൂട് പതിയെ, താപം പതിയെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തണുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ വെള്ളം നമ്മുടെ ബോഡിക്കകത്തുള്ളതുകൊണ്ട് പുറത്തെ ടെമ്പറേച്ചർ കൂടിയാലും നമ്മൾ മാക്സിമം പതിയെ 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 മാത്രമേ നമ്മുടെ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ? ഹീറ്റ് ആവാൻ തുടങ്ങുള്ളൂ. കാരണം വിശിഷ്ട താപധാരിത വളരെ ഹൈ ആണ്. ആർക്ക്? നമ്മുടെ വാട്ടറിന് നല്ല രീതിയിൽ താപം താങ്ങി നിർത്താനുള്ള കഴിവുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഈ വേർക്കൊക്കെ ചെയ്യാനുള്ള റീസൺ എന്താ? വേർക്കുമ്പോൾ നമ്മളിങ്ങനെ വേർക്കുന്നതിന്റെ റീസൺ എന്താ? വെറുതെ ആണോടെ മക്കളെ വേർക്കുന്നേ? അല്ല, അതിലും എന്തുണ്ട്? സയൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡി ഒന്ന് നോർമൽ ആകാൻ വേണ്ടിയിട്ട്, ചൂടുള്ള ബോഡിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിനെ പുറത്തോട്ട് കളയുന്നത്. ആ ജലത്തിനെ പുറത്ത് കളയുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ വേർക്കുക എന്ന് പറയാം. നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കില്ലേ? പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത്, വേനൽക്കാലത്തൊക്കെ ഇറങ്ങി നമ്മൾ നന്നായിട്ട് വേർക്കും. അതിന്റെ റീസൺ എന്താണ്? നമ്മുടെ ബോഡിയെ തണുപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ വേർക്കുമ്പോൾ ഈ ജലം പുറത്തോട്ട് പോകുമ്പോൾ ബാഷ്പീകരിക്കപ്പെടുന്ന രീതിയിൽ അല്ലെ, പുറത്ത് പോയി പിന്നെ അത് ബാഷ്പമായിട്ട് മുകളിലോട്ട് പോവാ ചെയ്യുന്നത്. സോ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ ഹീറ്റിംഗ് കപ്പാസിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ വാട്ടർ ബോഡിക്കകത്തുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ മാക്സിമം എന്ത് ചെയ്യും? നമ്മുടെ ബോഡി പതിയെ മാത്രമേ ഹീറ്റ് ആവുകയുള്ളൂ. സോ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ എന്തിലാ വരുന്നത്? നമുക്ക് ആകെ പറയുന്ന പോയിന്റ് ഇതേ ഉള്ളൂ, ജലത്തിന്റെ താപധാരിത. സോ നമ്മൾ നോക്കിക്കോളൂ, ജലത്തിന്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് മിസ് ഇതെല്ലാം പറഞ്ഞത്. വാഹനങ്ങളിലെ എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകൾ നമ്മൾ ജലം ഉപയോഗിക്കുന്നു. ആൻഡ് ദെൻ വാട്ടർ ഈസ് യൂസ് ഫോർ കൂൾ ഹോട്ട് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. അത് ഭൂമിയുടെ താപനില കൂടെ നിയന്ത്രിക്കുന്നുണ്ട്. സോ the 2/3 of the earth is water. To regulate
റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ടർ അടിപൊളിയാണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ വാട്ടറിൽ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ. നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പോർഷനാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. മിസ്സിന്റെ വീഡിയോ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മിസ്സിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് താഴെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ, സെറ്റ് ആണോ, റെഡി ആണോ എന്നുള്ള കാര്യം അറിയിക്കുക. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഡിയർ, സീ യു, ബൈ.